കണ്ണൂർ പയ്യന്നൂർ CPM കാര ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി. പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡിൽ സ്വതന്ത്രനായി വൈശാഖിന് പത്രിക നൽകിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇങ്ങനെയുള്ള സംഘടനാ നടപടികൾ പതിവാണ്. കാരണം അത്രത്തോളം പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും പാർട്ടിക്കുള്ളിലെ ഭിന്നസ്വരങ്ങൾ അടിച്ചമർത്തുന്ന സമീപനമാണ് അവിടെ എന്നും കാണാറുള്ളത്. മധുസൂദനൻ MLA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ സി വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടികളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പയ്യന്നൂരിനെ സംബന്ധിച്ച് വിഭാഗീയത അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിഭാഗീയതയുടെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ വൈശാഖ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. അത് പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തിന്റെ പിന്തുണയോടുകൂടിയാണ് വൈശാഖ് രംഗത്തെത്തിയത്. മാത്രമല്ല, ഇന്ന് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് CPM-ന്റെ ശക്തി കേന്ദ്രമായ ഇവിടെ കോൺഗ്രസ് എഫിന് സീറ്റ് നൽകിക്കൊണ്ട് ഒരു പ്രവർത്തനമാണ് CPM നേതൃത്വം നടത്തിയത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക പാർട്ടി ഘടകം ഇതിനെതിരെ രംഗത്ത് വരികയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വൈശാഖ് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടി ഇപ്പോൾ വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പേരിലാണ് വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. സാധാരണഗതിയിൽ CPM ജില്ലാ കമ്മിറ്റി നേരിട്ട് ഇത്ര ഒരു തീരുമാനം എടുക്കുന്നത് പതിവില്ല. പക്ഷേ ഇത്തവണ വൈശാഖിനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് നേരിട്ട് പുറത്താക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. KP അതിനാണ് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഈ ഭിന്നസ്വരങ്ങൾ വലിയ ചർച്ചയാകും. ഇനിയും എത്രത്തോളം ഭിന്നസ്വരങ്ങൾ പയ്യന്നൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും ഉയർന്നു വരുമെന്നാണ് കണ്ടറിയേണ്ടത്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.